ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈദ് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇപ്പം പെരുന്നാളൊക്കെ ആകാറേ ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടങ്ങ് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാമെന്ന്. ഇല്ലേ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പം ഈ ഒരു വീക്ക് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ മോളിലൊക്കെ പോയി ഡ്രസ്സ് എടുക്കുക, ക്യൂ തന്നെ കാണും കുറേ. അതുകൊണ്ട് ഓർത്ത് നേരത്തെ പോകാമെന്ന്. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ നടക്കാനൊക്കെ അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് ഈ രാത്രിയൊക്കെ ഇറങ്ങും. ഇപ്പം നല്ല ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നടക്കാനൊന്നും ഇറങ്ങില്ല. അപ്പോൾ ഇഫ്രൂന് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പി. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഇറങ്ങിയിട്ട്. ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ വൈകുന്നേരമൊക്കെ ജസ്റ്റ് ഇഫ്രൂനെ കൊണ്ട് ഇവിടെ വരും. ഞാൻ പൂച്ചേനൊക്കെ കാണിക്കും, എന്നിട്ട് അങ്ങനെ പോവും. അപ്പോൾ അതേ ഉപ്പുപ്പായും മോളും കൂടെ വരുന്നുണ്ട്. പക്ഷേ കയ്യിലിരിക്കുന്നതിൽ ഫുൾ അലമ്പ്. വാപ്പച്ചിയുടെ കയ്യിലിരുന്ന് ഫുൾ അലമ്പാണ്. അപ്പോൾ ഷൂ ഒന്നും ഇടാത്തതുകൊണ്ട് വാപ്പച്ചി ഇറക്കി വിടുന്നില്ല, കാലിൽ ഈ പൊടിയൊക്കെ ഇതാവുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു പൂച്ചേനെ കണ്ട്, അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ പൂച്ചേനെ കണ്ടിട്ടൊക്കെ കുറച്ച് ദിവസമായി. അപ്പോൾ നേക്ക അങ്ങനെ കാറൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. വാപ്പച്ചി ഇപ്പം വേറെ അങ്ങ് റൂമിലേക്ക് പോവും. ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് പോവാണ്, ഈദ് ഷോപ്പിങ്ങിനായിട്ട്. ഇതിപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഈദ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് എടുക്കുന്നത്. കഴിഞ്ഞ പെരുന്നാൾക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തിരുന്ന ഷെയിനിലായിരുന്നു. ഷെയിനിൽ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഓർഡർ ചെയ്ത് ഓൺലൈൻ വഴി മേടിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലൊരു ഈദ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നൊരു വ്ളോഗാക്കി എടുക്കണം എന്ന്. പക്ഷേ പിന്നെ അങ്ങ് എന്താ പറയുക, ആ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തുകൊണ്ട് പിന്നെ അതങ്ങനെ പോയി. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഞാൻ വിചാരിച്ചില്ല, ഓൺലൈൻ വഴി ഓർഡർ ആക്കുന്നില്ല, പോയി എടുക്കാം, അതൊരു വ്ളോഗും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സന്ധ്യയൊക്കെ ഒരു ടൈമിൽ ഇറങ്ങിയത്. അപ്പം നമ്മൾക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഫ്രൂം ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണീറ്റിട്ട് ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇഫ്രൂ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓർത്തുന്നാൽ ഷവർമ്മ മേടിക്കാം. അപ്പോൾ ഇഫ്രൂന് ഇഷ്ടമാണ് ഷവർമ്മ കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് കയറാം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനത്തോടു കൂടി ഡ്രസ്സൊക്കെ നോക്കി ഇതാക്കാം. ഇല്ലെങ്കിൽ ഇഫ്രൂന് പിന്നെ വിശക്കും, പിന്നെ കരച്ചിലും ബഹളവും ഒക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഷവർമ്മ മേടിക്കാൻ കയറി. അപ്പോൾ ഞാൻ ഇങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ഫുൾ ഇങ്ങനെ അറബിക് ഷോപ്പാണ് കൂടുതലും. അപ്പോൾ ഇവിടെ ഈ ചില ഷവർമ്മ നമ്മൾ ഈ മെഷീൻ വഴി ചെയ്യുന്നത്. ഇത് കനലിൽ ചുട്ടെടുക്കുന്ന ഷവർമ്മയാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് തോന്നി. അപ്പം നമുക്കിത് ഇഷ്ടമാണ്. അങ്ങനെ മുമ്പും ഞങ്ങളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതേ ഷവർമ്മയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇഫ്രൂന് അങ്ങനെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇഫ്രൂന് നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു, ആൾ കഴിക്കുന്നുണ്ട്, വലിയ മടിയൊന്നും കാണിക്കുന്നില്ല. ഈ ഷവർമ്മയും കൂടി ഇഷ്ടമായതുകൊണ്ട് വിശപ്പും കൂടെ ഉള്ളതുകൊണ്ടും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷവർമ്മയൊക്കെ കഴിച്ച് ഒക്തയും മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലല്ല, നമ്മൾ ബാക്ക് സൈഡ് കൂടെയാണ് കയറിയത്, കാർ പാർക്കിംഗ് ആ ഒരു ഏരിയയിലോട്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് കപ്പലിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്, ഫ്രണ്ട് ഭാഗം. ആ രീതിയിലാണ് ഈ ഒരു മോൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ ഒരു ഒക്തയും മോളിൽ വരാനായിട്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചുമ്മാ ആണെങ്കിലും ഇവിടെ വരാറുണ്ട്. മുകളിൽ വന്ന് ജസ്റ്റ് ചുമ്മാ കുറച്ചൊക്കെ കറങ്ങിയൊക്കെ നടന്നിട്ട് പോകും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മോള്. അങ്ങനെ ഞങ്ങളിത് അകത്തേക്ക് കയറി. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു വലിയ തിരക്കില്ല. അതായത് ഈദ് ഷോപ്പിംഗ് അടുത്ത ഒരാഴ്ചയാണ് നല്ല തിരക്കുണ്ടാവുക. ഇന്ന് ഒരുപാട് തിരക്കൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി പോവാണ്. പിന്നെ ഇവിടെ കൂടുതലും അറബ്സ് ആയിരിക്കും വരിക. ഈ അകത്തോട്ട് കയറിയപ്പോൾ ഫുൾ ഇങ്ങനെ ലൈറ്റിങ്ങും ഇതൊക്കെ കണ്ടിട്ട്, മുകളിലൊക്കെ ലൈറ്റൊക്കെ കണ്ടിട്ട് ഇഫ്രു ഫുൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പനയുടെ ഇതൊക്കെ കണ്ടിട്ട് ഇഫ്രു ഇങ്ങനെ ഫുൾ നോക്കുകയാണ്. പിന്നെ ഇപ്പം വലിയ പെരുന്നാളായതുകൊണ്ട് മെയിനായിട്ട് എന്ത് ചെയ്ത് കണ്ട ആടിൻ്റെ വലിയ ആടും കുഞ്ഞാടുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇഫ്രൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഫ്രു ആണെങ്കിൽ അവിടെ ഇറക്കി വിട്ടപ്പോഴത്തേക്കും ആൾക്ക് ഇറങ്ങാനായിട്ട് ബഹളം വെച്ചു. അങ്ങനെ ഇറക്കി വിട്ടപ്പോഴത്തേക്കും അത് പോയി ചൂണ്ടിക്കാണിക്കലും അതിനെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരാളാണെങ്കിൽ എന്നിട്ട് ചാടാൻ നോക്കുന്നത്, ഇതിന് ചവിട്ടി അപ്പുറത്തോട്ട് ചാടാനേ, എന്നിട്ട് അതൊക്കെ പോയി മറിച്ചിട്ട് പൊട്ടിക്കാനായിട്ട്. ഇതിങ്ങനെ അപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് വരാനായിട്ട് വലിയ പാടായിരുന്നു. അപ്പം ഇങ്ങനെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കുറച്ച് അപ്പുറത്തും കുറേ പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് കാണുമ്പം ഒരു രസമാണല്ലോ. ഇഫ്രൂൻ്റെ അടുത്ത് വരാൻ പറയുമ്പോൾ ഇഫ്രു വരും. എന്നിട്ട് അതുപോലെ തിരിച്ച് വന്നിട്ട് ചൂണ്ടിക്കാണിക്കും, എന്നിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ പിന്നെ നിന്ന്. പിന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ബഹളമായിരിക്കും. ലാസ്റ്റ് പിന്നെ പൊക്കി എടുത്തുകൊണ്ട് വന്ന്, ഒരു രക്ഷയില്ല, വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൊക്കി എടുത്തുകൊണ്ട് വന്ന്. പിന്നെ ഇഫ്രൂന് ഈ എക്സ്കലേറ്ററിൽ ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് നമ്മൾ ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ്രൂനെ താഴെ നിർത്തണം.
അപ്പോൾ വലിയ ആളെപ്പോലെ ഇങ്ങനെ എല്ലാവരെയും നോക്കിയില്ല ഇതൊക്കെ നോക്കി. ഇപ്പോൾ ആ വെള്ളമൊക്കെ ഇതിൻ്റെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വലിയ ആളെപ്പോലെ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. ഇതിപ്പം ഗ്രൗണ്ട്, ഇത് ഫസ്റ്റ് ഫ്ലോറാണ്, ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ കറങ്ങിയിട്ട് പിന്നെ അപ്പുറത്തെ എസ്കലേറ്റർ കാണാം. അപ്പോൾ മുകളിലാണ് കൂടുതലും ഈ ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉള്ളത്, മുകളിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈദ് ഷോപ്പിംഗ് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും കുറച്ചുകൂടെ ഒരു സ്പെഷ്യലായിരിക്കും ഈദിന് നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വ്ലോഗ് എടുക്കാനായിട്ട് പറ്റിയതിൽ. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഡ്രസ്സ് എടുക്കാൻ വരുന്നത് ഭയങ്കര ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ ഇന്നത്തെ ദിവസം വേറൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പം ഇക്ക പറഞ്ഞാൽ ഇന്ന് പോയി പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാം, എന്നിട്ട് ഇന്നത്തേത് നമുക്ക് വേറെ ദിവസത്തെ എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇന്നോർത്തുന്ന, ഇല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ തിരക്കൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് എന്നാൽ ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് മാക്സ്, റെഡ് ടാഗ്, സെൻട്രൽ പോയിൻറ്റ്, അങ്ങനെ പിന്നെ വേറെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും ഇവിടെ വരികയാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ കയറുന്നത് റെഡ് ടാഗിലായിരിക്കും. പിന്നെ മാക്സിലൊക്കെ കയറി നോക്കാറുണ്ട്, സെൻട്രൽ പോയിൻറ്റിലും കയറി നോക്കാറുണ്ട്. അപ്പം ഫസ്റ്റ് കയറുന്നത് എപ്പോഴും റെഡ് ടാഗിലായിരിക്കും. ഇവിടുത്തെ ഡ്രസ്സും ഇപ്പം കുട്ടികൾക്കുള്ളതാണേലും ഇപ്പം ലേഡീസും ഉള്ളതാണേലും അടിപൊളി ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് റെഡ് ടാഗിൽ കയറി നോക്കാം. അപ്പം ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറുകയാണ്. ഫ്രണ്ടിൽ തന്നെ കുറച്ച് വലിയ കുട്ടികളിലേക്ക് ഡ്രസ്സായിരിക്കും, പിന്നെ കുറച്ച് അകത്തോട്ടാണ് ഈ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സൊക്കെ വരിക. അപ്പോൾ ഇഫ്രൂനി ഞാൻ അകത്തേക്ക് കയറി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് തന്നെ ഈ മിക്കി മൗസ് പ്രിൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 ടീഷർട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മിക്കി മൗസ് പ്രിൻ്റ് ഭയങ്കര ഇഷ്ടമാണ്. മിക്കി മൗസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും ഞാൻ ഈ കുറച്ച് നാൾക്ക് മുമ്പ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ മിക്കി മൗസിൻ്റെ പ്രിൻ്റുള്ള ടീഷർട്ട്സൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടീഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അകത്തോട്ടാണെങ്കിലും കുറേ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര സിമ്പിളായിട്ടുള്ള. എനിക്ക് കൂടുതൽ ഇഫ്രൂന് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പാൻറ്റ്, ടീഷർട്ട്സ് അങ്ങനത്തെയൊക്കെ എടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അധികം ഇഫ്രൂന് അങ്ങനെ ഫ്രോക്സ് ഒന്നും ഇടിച്ചിട്ടില്ല. ഇവിടെ ഫ്രോക്കൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇഫ്രൂന് ഫ്രോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇഫ്രൂന് അങ്ങനെ ഞാൻ ഫ്രോക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ അവർക്കും കംഫർട്ടബിൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് ഇഫ്രൂന് എടുക്കുന്നത്. ഞാനവിടെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ ഇഫ്രൂനെയും കൊണ്ട് ഈ മോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. അതുമാതിരി തലമ്പായിരിക്കും എല്ലാം. അതായത് അവരടുക്കി വെച്ചേക്കുന്ന എല്ലാം എടുത്ത് നിരത്തും. അപ്പം ഞാൻ ഈ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഇക്കായിരിക്കും ഇഫ്രൂനെ നോക്കുന്നത്. ഇക്കാക്കാണെങ്കിൽ ലാസ്റ്റ് ക്ഷമേൻ്റെ നെല്ലിപ്പല കിട്ടുന്ന രീതിയിലായിരിക്കും ഇഫ്രു ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതും ഈ മടക്കി വെച്ചേക്കുന്ന ഡ്രസ്സും. ഇപ്പം അവിടെ കിടന്ന് അലമ്പെടുക്കുക, പിന്നെ ഈ തറയിൽ ഇങ്ങനെ അങ്ങ് കിടക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് പോകുന്നവരെ ഇഫ്രു ഫുൾ അലമ്പായിരിക്കും. ലാസ്റ്റ് അലമ്പ് കുറച്ച് കൂടി വന്നപ്പം ഒരു ട്രോളി എടുത്ത് അതിലിരുത്തി. അപ്പോൾ എനിക്ക് സമാധാനത്തിൽ ഡ്രസ്സ് നോക്കാനായിട്ടാണ്. ഞാൻ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു എനിക്ക് ഡ്രസ്സ് നോക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ സ്കേർട്ടും ടോപ്പും കോട്ട് സെറ്റും അല്ലാണ്ട് മാക്സി ഡ്രസ്സും അങ്ങനെ കുറേ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ മാക്സി ഡ്രസ്സ് എടുക്കുമായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ പക്ഷേ എനിക്ക് കൂടുതലും കോട്ട് സെറ്റ് ഇല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പ് അതൊക്കെ എടുക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് നോക്കുന്നത്. ഈ ഒരു സൈഡിൽ ഫുൾ സ്പോർട്സ് വെയർ ആണ്. അവിടെ കുറച്ച് മാക്സി ഡ്രസ്സൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിലെ മാക്സി ഡ്രസ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതല്ല നോക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ നോക്കി, എനിക്ക് 1-2 ഇഷ്ടപ്പെട്ടു. എന്നാലും നമുക്കൊരു ഇത് വരുന്നില്ല എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സെൻട്രൽ പോയിൻറ്റിൽ ഒന്ന് പോയി നോക്കാമെന്ന്. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സെൻട്രൽ പോയിൻറ്റിലേക്ക് പോവാണ്. എന്തായാലും വന്നതല്ലേ, അപ്പം എല്ലായിടത്തും ഒന്ന് കയറി നോക്കിയിട്ടൊക്കെ എവിടെയാണ് നല്ലതെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ്, കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് സെൻട്രൽ പോയിൻറ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാനായിട്ടാണെങ്കിലും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഡ്രസ്സിൻ്റെ മാത്രമല്ല, ഇവിടെ ബാഗ്സും ഷൂസിൻ്റെയും അങ്ങനെ കുറേ ഷോപ്പും പെർഫ്യൂംസിൻ്റെ ഒക്കെ ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ സെൻട്രൽ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുൾ ഹോം ഡെക്കോർ ഐറ്റംസ് ആണ്. പിന്നെ കയറുമ്പോൾ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ഏരിയ ആണ്. ബാഗ്സ് ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്, അങ്ങനെ എല്ലാമാണ്. ഈ ഒരു ടോയ്സ് പിള്ളേർക്ക് അതെല്ലാം ഈ സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇഫ്രൂന് അവിടെ നിന്ന് ഞാൻ 2 ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കിഡ്സ് വെയറിൽ കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങളിത് ഈ കിഡ്സ് വെയറിലേക്ക് വന്നു. അപ്പോൾ ഇത് ആൺകുട്ടി ഈ പിള്ളേരുടെ തന്നെയാണ്. ഇഫ്രൂന് കൂടുതലും എനിക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും ഇഷ്ടം ഇതുപോലെ ഇഫ്രൂന് കംഫർട്ടായിട്ടുള്ള ഈ ഷോർട്സ് ടീഷർട്ട് ഇതൊക്കെ ഇടിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു മിക്കി മൗസ് പ്രിൻറ്റിൻ്റെ ഡ്രസ്സ് കണ്ടത് നല്ല രസമുണ്ടായിരുന്നു. ഒരാളെ ഇപ്പോൾ കാണിച്ചു തരാം. ഇഫ്രോ ഇങ്ങോട്ടാ മമ്മാടെ താ, അത് ഇതാ താ 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 അതിങ്ങോട്ട് താ. ഓക്കെ, എനിക്ക് സത്യത്തിൽ വയ്യാണ്ട്. ഇഫ്രൂ ആണെങ്കിൽ അവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് വരുമായിരുന്നു. എല്ലാം എടുത്ത് അത് മേടിച്ച് വെക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വേറെ എടുത്തുകൊണ്ട് വരും. അലമ്പെന്ന് വെച്ചാൽ ഭയങ്കര അലമ്പായിരുന്നു. കുറേ നേരം ഇക്ക നോക്കി, ഇക്ക ഇനി നീ നോക്ക് ഞാൻ ഡ്രസ്സ് നോക്കാമെന്ന് പറഞ്ഞ് ഇക്ക അവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ എന്നെ ഇട്ട് വട്ടം കറക്കായിരുന്നു ഇഫ്രോയുടെ. ലാസ്റ്റ് ഇഫ്രോ ആണെങ്കിൽ വഴി മാറി കിടക്കുകയും ആ ഒരു മടക്കി വെച്ചേക്കുന്ന ഡ്രസ്സ് അവർ നല്ല നീറ്റായിട്ട് മടക്കി വെച്ചേക്കുന്ന ഒരൊറ്റ തട്ടിന് എല്ലാം തട്ടിയിട്ടിട്ട് ഓടിക്കളയും. അങ്ങനെ അവിടുന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ താഴത്തെ ലേഡീസ് സെക്ഷനിൽ എനിക്ക് ഡ്രസ്സ് നോക്കാനായിട്ട് പോവാണ് ഇവിടുന്ന്. അപ്പം നമുക്ക് കുറച്ചൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊക്കെ എടുത്തിട്ട് പോകും. കാണുമ്പം പെട്ടെന്ന് വരുമ്പം കാണുന്ന ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും, അങ്ങനെ അങ്ങ് നോക്കും എടുത്തിട്ട് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ വരുവാണെങ്കിൽ കുറേ ടൈം എനിക്ക് ഒന്നും ഇഷ്ടപ്പെടാണ്ട് നിൽക്കും. ചിലപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാവും ഏതെടുക്കണം എന്നുള്ളത്. ഡ്രസ്സ് എടുക്കാൻ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഒക്കെ കാണും, ഏത് എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അല്ലാത്തപ്പം പിന്നെ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഐഡിയ ഒന്നും ഇല്ലാത്ത സമയത്താണ് കുറേ നേരത്തേക്ക് കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കും ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ ഇക്കാക്ക് നല്ല ദേഷ്യവും വരും, ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാൻ പറയിക്കുക. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് നോക്കി. അപ്പോൾ ഇക്കാക്ക് ഇവിടുന്ന് ടീഷർട്ട് കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക അവിടെ ടീഷർട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇഫ്രോൻ്റെ പുറകെ നടക്കുകയാണ്. ഇഫ്രോ എവിടെ ഏതിലൊക്കെ കയറി പിടിക്കുന്നു വലിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ ഒരു ഹാങ്കർ, ഡ്രസ്സ് തൂക്കിയിട്ട് ഹാങ്കർ ഇഫ്രോ വലിച്ചിട്ട് പൊട്ടിച്ചു കളഞ്ഞ്. അങ്ങനെ ഇഫ്രൂവിൻ്റെ പുറകെ ഞാനിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇവിടെ വന്ന സെൻട്രൽ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഇവിടുത്തെ ജ്വല്ലറീസിൻ്റെ ആ ഒരു സൈഡിൽ പോയി നോക്കും. എനിക്ക് കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോഴൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം ചിലതിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും, ഡാമേജൊക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒക്കെ നല്ല കിട്ടും. അപ്പോൾ ഞാൻ കൂടുതലും ഇവിടെ വന്നാൽ നോക്കുന്നത് ഈ റിങ്സ് ഉണ്ടല്ലോ, റിങ്സ് നോക്കും. അല്ലാണ്ട് മാല ചിലപ്പോഴൊക്കെ നോക്കാറുള്ളൂ. റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലപ്പോൾ സ്റ്റഡ് ഒക്കെ നോക്കാറുണ്ട്. കൂടുതലും ഞാൻ ഈ റിങ്സ് ഇടാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ റിങ്സ് ഉണ്ടല്ലോ, കുറച്ച് വലുതായിട്ടുള്ള അങ്ങനത്തെയൊക്കെ ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഇഫ്രൂന് ഹെയർ ബാൻഡും ക്ലിപ്പും അങ്ങനെയൊക്കെ നോക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇഫ്രൂന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് സെൻട്രൽ പോയിന്റിൽ നിന്ന്. അപ്പോൾ ഇക്കാക്കും ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേ ബില്ല് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പം വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പം കുറച്ച് ദിവസം 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ക്യൂ ആയിരിക്കും. വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര നേരം നിന്നിട്ട് ആ ബില്ലടിച്ചിട്ട് പോകും. ലാസ്റ്റ് പ്രാന്ത് പിടിക്കും നമുക്ക് ബില്ല് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ചിലപ്പോൾ നിൽക്കുക ഡ്രസ്സ് എടുത്താലും പറയും, ക്യൂ ഒക്കെ കാണുമ്പോൾ ഇക്ക പറയും പിന്നെ എല്ലാം എടുക്കാമെന്ന് എഴുതിയിട്ട് നമ്മളവിടെ ഇട്ടിട്ട് വരും, കുറേ നേരം ക്യൂ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും. അപ്പം നമ്മളിതേ അങ്ങനെ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് മുകളിലേക്ക് വീണ്ടും പോവാണ്. ഇഫ്രൂൻ്റെ അലമ്പ് അങ്ങോട്ട് പീക്ക് സ്റ്റേജിലേക്ക് ആയപ്പോഴത്തേക്കും മിഠായിക്ക് മേടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതും കഴിച്ചുകൊണ്ട് കുറച്ച് നേരമൊക്കെ അനങ്ങാതിരിക്കും. അപ്പോൾ ഞാൻ മുകളിൽ വന്നിട്ട് ഒന്നുകൂടെ മാക്സിലും കൂടെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ റെഡ് ടാഗിൽ സെൻട്രൽ പോയിന്റിൽ മാക്സിൽ ഒക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, അപ്പോൾ എല്ലായിടത്തും കയറി നോക്കിയേക്കാം. പക്ഷെ മാക്സിൽ കൂടുതലും എനിക്കങ്ങനെ ഇഷ്ടപ്പെടാറൊന്നുമില്ല. എന്തായാലും ഒന്ന് വന്നതല്ലേ, അപ്പോൾ ഒന്ന് കയറി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും ഞാൻ ഇത് കഴിഞ്ഞ് റെഡ് ടാഗിൽ കണ്ടുവച്ച ഡ്രസ്സ് തന്നെ ആയിരിക്കും പോയി എടുക്കുക. അങ്ങനെ നടക്കുകയുള്ളൂ എന്തായാലും. പിന്നെ എനിക്ക് ഇങ്ങനെയുണ്ട്, ഞാൻ ഫസ്റ്റ് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതൊക്കെ നോക്കിയാലും ആ ഒരു ഡ്രസ്സ് തന്നെ ഞാൻ എടുത്തിട്ട് വരുള്ളൂ. ചിലപ്പം ഇങ്ങനെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അതിങ്ങ് എടുക്കും. ഇല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് അവിടെ ഞാൻ ഇങ്ങനെ വെക്കും, എന്നിട്ട് ബാക്കിയൊക്കെ നോക്കും, എന്നിട്ട് ഒന്നും ഇഷ്ടപ്പെടില്ല, എന്നിട്ട് അത് തന്നെ പോയി എടുത്തിട്ട് വരും. അങ്ങനെയാണ്. അപ്പോൾ ഈ മാക്സിൽ ആണെങ്കിൽ കുറേ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കുറേ ഇങ്ങനത്തെ പ്രിൻ്റുള്ള ഡ്രസ്സൊക്കെയാണ്. ഓരോ ടൈമിൽ വന്നപ്പോഴത്തേക്കും എനിക്ക്
ഡ്രസ്സ് എടുക്കാൻ വന്ന സമയത്ത് ഫുൾ എന്താ കണ്ണൊക്കെ അടിച്ചു പോകുന്ന കളർ, അങ്ങനത്തെ കളറിലെ ഡ്രസ്സൊക്കെയാണ് ഡിസ്പ്ലേയിൽ ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവിടെ ഒരാൾ ഓടി വീഴാനൊക്കെ പോകുന്നു, ഭയങ്കര അലമ്പ്. നല്ല ക്യൂ ഉണ്ട് മാക്സിൽ. അതുകൊണ്ട് വിചാരിച്ച് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം, വെറുതെ കയറി ഒന്ന് കറങ്ങി വന്നതാണ്. ഇഫ്രു ആണെങ്കിൽ ഓടിയിട്ട് ഏതെങ്കിലും ഈ ഡ്രസ്സിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ കാണില്ല. പിന്നെ ഡ്രസ്സ് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് പകുതി സമയം ഇഫ്രുവിനെ നോക്കി നടക്കാനാണ് പോകുന്ന സമയം. സമാധാനത്തിലൊരു ഡ്രസ്സും ഒന്നും നോക്കിയെടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുള്ള ഈ ഒരു ഏജിലൊക്കെ ഉള്ള കുട്ടികളുള്ള എല്ലാവരുടെ പേരൻസിൻ്റെയും സിറ്റുവേഷൻ ഇത് തന്നെയായിരിക്കും. ഈ സെയിം അവസ്ഥയായിരിക്കും. സമാധാനത്തിൽ ഒരു സാധനവും നോക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും റെഡ് ടാഗിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇവിടെ നോക്കിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു മാക്സി ഇതെല്ലാം ഞാനിപ്പോൾ കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഫസ്റ്റ് ഞാൻ എടുത്ത് നോക്കി വെച്ചത് തന്നെ, ഇഷ്ടപ്പെട്ടത് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം തന്നെ നോക്കി വെച്ചതായിരിക്കും പിന്നെയും പോയി എടുക്കാമെന്ന്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ആദ്യം തന്നെ നോക്കിയ ഡ്രസ്സ് എടുത്തു വെച്ചു. അപ്പോൾ ഡ്രസ്സൊന്നും ഞാനിപ്പോൾ കാണിക്കില്ല കേട്ടോ. ഞാൻ ഈദിൻ്റെ ഈദിൻ്റെ ഒരു വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇക്ക ബില്ല് ചെയ്യാൻ അവിടെ നിൽക്കുകയാണ്. ഇഫ്രു ആണ് ഭയങ്കര അലമ്പ്. അപ്പോൾ ഇക്ക പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി പുറത്ത് നിന്നോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നതിനാണ് ഇഫ്രു ഇപ്പോൾ കരയുന്നത്. ഇഫ്രുവിനെ അവിടെ നിർത്തിയില്ല, അവിടെ ഓടി എല്ലായിടത്തും മറിച്ചിടാനൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നു. പിടിച്ചുകൊണ്ട് പോവും, കയ്യിലിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ ആര് കേൾക്കാനായിട്ട്. താഴെ നിർത്തിയ ഉടനെ അവിടെ അങ്ങ് കിടന്നു. എന്നിട്ട് ഫുൾ കരച്ചിലുമായിരുന്നു. ഞാൻ കുറച്ച് നേരമൊക്കെ നമുക്ക് ക്ഷമയുടെ ഒരു ഇത് കിടുമ്പോഴത്തേക്കുണ്ടല്ലോ, കുറച്ച് നേരം അവിടെ നിന്ന് കരയട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കും. എന്നിട്ട് ഞാൻ കളിപ്പിക്കുകയാണ്, ഇങ്ങോട്ട് നോക്കി ഫ്രൂ, ലൈറ്റൊക്കെ നോക്കി ഫ്രൂ എന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഒരാൾ കയറി അങ്ങ് പോവുക. പിന്നെ അവിടെ പോയിട്ട് അങ്ങ് കിടന്ന്. ഇത് തന്നെയാണ് അകത്തെ അവസ്ഥ. വഴിയിൽ മാറി അങ്ങ് കിടക്കും. അങ്ങനെ പിന്നെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇക്കാനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ ഓർത്ത് കുറച്ചുകൂടെ അങ്ങോട്ടങ്ങ് നടക്കാമെന്ന്. ഇവിടെ നിന്ന് റെഡ് ടാഗ് പിന്നെയും കാണുമ്പോഴത്തേക്ക് അകത്തേക്ക് പോകാനുള്ള വഴക്കും ബഹളമൊക്കെ തുടങ്ങും. അപ്പം ഞാനൊന്ന് സമാധാനിപ്പിച്ച് ആളെ ഒന്ന് ഇതാക്കിയിട്ട് ഞങ്ങളിതേ നടന്നു പോവാണ്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ഹായ് കാണിക്ക്, ഇഫ്രു ഒരു ബായ് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു. ഇഫ്രുവിന് ഇഷ്ടമാണ് ഈ ക്യാമറ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഹായും ബായും ഒക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ വലിയ മൈൻഡില്ല, ആളുടെ ആ ഒരു മൂഡ് അങ്ങോട്ട് മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിത് ഈ ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്ന് ഞാൻ റിങ്സൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ മാലയും ഇങ്ങനത്തെ കുറേ മാലകൾ, പിന്നെ ഇതുപോലെ കുറേ സ്റ്റഡ് റിങ്സ് അങ്ങനത്തെയൊക്കെ കുറേ കളക്ഷൻസ് അവിടെ ഉണ്ട്. പിന്നെ ഇഫ്രു അപ്പോൾ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റത്തെ ഫ്ലോറിൽ ഇതാണ് സഫാരി ലാൻഡാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഗെയിംസും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇഫ്രുവിനെ അപ്പോഴാണ് ഇഫ്രു അത് കാണുന്നത്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങ് ആ ഒരു ഇത് കറങ്ങുന്ന ഇതെല്ലാം കണ്ടപ്പോൾ ലൈറ്റും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ സഫാരി ലാൻഡിൽ മുൻപും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം വന്നപ്പോൾ വർക്കിംഗ് ആയിരുന്നു. പിന്നെ വന്നപ്പോഴത്തേക്ക് ഇത് വർക്കിംഗ് അല്ലായിരുന്നു. നമ്മൾ കുറേ ലേറ്റായിട്ട് എന്തോ ആണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ചു, അന്ന് ഇഫ്രു ചെറുതായിരുന്നു, ഇഫ്രുവിന് ഇതൊന്നും വലിയ അറിയുന്നൊരു ഇതില്ലായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ഹാപ്പി. അപ്പോൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഇഫ്രുവിനെ കാണിച്ചിട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അധികം ഒരുപാട് ലേറ്റും ആയിട്ടില്ല. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ കഫേസും ഒക്കെ ഉണ്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കഫേയൊക്കെ കാണാനായിട്ട്. എല്ലാ ഫ്ലോറിലും ഇങ്ങനെ കുറേ കോഫി ഷോപ്പും ഇതുപോലെ ചെറിയ കഫേസും ഒക്കെ ഉണ്ട്. പിന്നെ മേളിലും എനിക്ക് തോന്നുന്നൊരു ഫുഡ് കോർട്ട് എന്തോ ഉണ്ട്. ഞാനത് മുമ്പ് എപ്പോഴും ഞാൻ ചെറുതിലെ എൻ്റെ വാപ്പച്ചി ഇവിടെ ആയതുകൊണ്ട് ഞാൻ ആദ്യം വന്ന ചെറുതിലെ ഞാൻ വന്നിട്ടുണ്ട് വിസിറ്റിങ്ങിനൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു മോളിൽ വന്നിട്ടുണ്ട്, ഒപ്റ്റേ മോളിൽ. പിന്നെ ഞാനിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെയും വരുന്നത്. ഇഫ്രാണെങ്കിൽ കയറിയതേ കണ്ടപ്പോൾ തന്നെ അങ്ങ് ഇറങ്ങി ഓടുകയാണ്. പിന്നെ അതേ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് കോർട്ടും ആ ഒരു സൈഡിൽ ഫുൾ ഗെയിംസും. അപ്പോൾ ഇവിടുത്തെ അറബ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഈ ഒരു സൈഡിലിരിക്കും, പിള്ളേർ ഫുൾ അതിൽ കയറി കളിക്കലും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കും. ഇഫ്രു ഇങ്ങനെ നോക്കുകയാണ്, അതിൽ കൂടെയൊക്കെ ഈ പിള്ളേരിങ്ങനെ കാറൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആൾ. പിന്നെ ഈ ഒരു സൈഡിൽ ഫുൾ ഗെയിംസും സെക്ഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ വന്നപ്പോഴത്തേക്ക് ഒരാൾ അവിടെ ഇങ്ങനെ വലിഞ്ഞ് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർ ഓടിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അവിടെ ആ ഒരു കുതിരേൻ്റെ
ഒരു കറങ്ങിപ്പോകുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഫ്രുവിനെ എനിക്ക് അതിലിരുത്തണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇഫ്രു ഇരിക്കത്തില്ല. കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇഫ്രു ഇപ്പം ഇരിക്കത്തില്ല. ഈ പുറത്തുള്ള കളിയും ബഹളമൊക്കെ ഉള്ളൂ. ഇഫിന് അതിലൊക്കെ കയറാനായിട്ട് പേടിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങളിതേ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇക്കാക്ക് നാളെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട്, ഇക്കാക്ക് ഓഫീസിലൊക്കെ പോകേണ്ടതായതുകൊണ്ട് ഞങ്ങൾ പോവാണ്. പിന്നെ ഇവിടുത്തെ അറബ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഇനി ഇത് ക്ലോസ് ചെയ്യുന്ന ടൈമിലൊക്കെ ആയിരിക്കും പോകുന്നത്. അത്രയും എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു ഈദ് ഷോപ്പിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈദ് ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പെരുന്നാൾ വരെ വെയിറ്റ് ചെയ്യണം. ഈ ഷോപ്പിംഗ് ഒരു ഭയങ്കര സ്പെഷ്യലാണ്. ഒരാൾ വരാൻ പറഞ്ഞിട്ട് താല്പര്യമില്ല ഇവിടുത്തെ ഇറങ്ങാനായിട്ട്, വലിയ മടി പിടിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്രയും നേരം അകത്തിരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് കുറച്ച് ലെങ്തിയായി വ്ലോഗ്. ഞാൻ എപ്പോഴും ഇത്രയും ടൈമിങ്ങിലൊരു വ്ലോഗ് വിട്ടിട്ടില്ല, ഫസ്റ്റാണ് ഇത്രയും ടൈമിങ്ങിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.